അപ്പോൾ ഇനി നമ്മുടെ ചെറിയൊരു വീഡിയോ നമ്മുടെ കോഴിക്കൂടായാലോ. ഞാൻ വൈകുന്നേരമായി ഇപ്പോൾ ഇവിടെ വന്നു. നമ്മുടെ കോഴികൾക്കും ബാത്തകൾക്കും ഡോഗ്സിനും എല്ലാവർക്കും തീറ്റയൊക്കെ കൊടുത്തു. എല്ലാവരും തിന്നുകൊണ്ടിരിക്കുകയാണ്. ആണ് ഭയങ്കര ഒരു നിശബ്ദത ഇവിടെയൊക്കെ. ഇവർ ഭയങ്കര ആൾക്കാരായി മാറിയിട്ടാ. ഇവർക്ക് ഇപ്പോൾ അവിടെ പച്ചക്കറി സാധനമൊക്കെ ഉണ്ട്, പക്ഷെ അവർക്കറിയാം ഇപ്പോഴേ ഈ സാധനം കിട്ടുള്ളൂ എന്ന്. നമ്മുടെ ഈ ലെയർ തീറ്റയ്ക്ക് ഇപ്പോഴേ കിട്ടുള്ളൂ എന്നറിയാം. അവർ ഫസ്റ്റ് എല്ലാവരും ഇവിടെ വന്ന് തിന്നാൻ വരുന്നത്. ഒരാളും അങ്ങോട്ട് പോവില്ല. അവിടെ മൊയിലുകൾ മാത്രം നിന്ന് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ താറാവുകൾ വാത്തകളൊന്നും പോയി തിന്നുമായിരുന്നു. ഇനി ഇത് തിന്ന് കഴിയാണ്ട് ഇവരാരും അങ്ങോട്ട് പോവില്ല. ഇവന് മാത്രം ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തേക്കാണ് തീറ്റ. കാരണം ഇവനെവിടെ നിന്ന് തിന്നോട്ടെ, ഇവനെ അയച്ചു വിട്ടണമെങ്കിൽ മൊത്തം പ്രശ്നക്കാരണം. ആ കോഴികൾക്കുള്ള വയ്യാത്ത കോഴികൾക്കുള്ള അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും അവിടെ 2 പാത്രം നിറയെ ഹോട്ടലിലെ വേസ്റ്റും പച്ചക്കറി വേസ്റ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഇവന്മാരിവിടെ എങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നീ എന്ത് ഇവിടെ വെക്കണേ? നമ്മുടെ താറാവ് കുഞ്ഞുങ്ങൾ ഒരാഴ്ച കഴിഞ്ഞു എന്ന് തോന്നുന്നു. എനിക്കിവിടെ ഓർമ്മ ഇട്ടുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞു എന്ന് തോന്നുന്നു. വെള്ളം കൊടുത്തിട്ടില്ല. വെള്ളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം എല്ലാവരും. ഇതിനൊക്കെ ആദ്യം വെള്ളം കൊടുക്കട്ടെ കേട്ടോ, എന്നിട്ട് പറയാം. അപ്പോൾ ദാഹിച്ചേക്കണം. ഇവന്മാർ ഇപ്രാവശ്യം പരീക്ഷണാർത്ഥം വെറും തറയിലാണ് ഇട്ടിട്ടുണ്ടായത്. ഇവിടെ വെറും തറയിലിട്ടേക്കണ്. അപ്പോൾ ഇനി ഇന്നോ നാളേക്ക് ആയിട്ട്, ഇന്നല്ല നാളേക്ക് ആയിട്ട് ഇവന്മാരെ ഞാൻ ഈ ബ്രൂഡറിൻ്റെ ഈ റിങ്ങിൻ്റെ പുറത്തേക്ക് ആക്കും. അതായത് ബ്രൂഡിങ് നിർത്താണ്. എനിക്ക് തോന്നുന്നു താറാവുകളെ സംബന്ധിച്ച് ഇത്രയും ബ്രൂഡിങ്ങിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. ഒന്ന് പരീക്ഷണമാണ് ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 20 ദിവസം ബ്രൂഡിങ് കൊടുത്തു. ഇപ്രാവശ്യം നമ്മൾ 5-6 ദിവസത്തെ ബ്രൂഡിങ് കൊടുക്കുന്നുള്ളൂ. അവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് അറിയണല്ലോ. ഈ 1-2 കുഞ്ഞുങ്ങൾ ഭയങ്കര പൊടിക്കുഞ്ഞുങ്ങളുണ്ട്. അവരുകൾ എന്താവും ആവും. എന്തായാലും ഒരു പരീക്ഷണം എന്നോണം ഇവരിപ്രാവശ്യം ഞാൻ നാളെ ഇവിടെ പുറത്തേക്ക് വിടും. എല്ലാം നമുക്കൊരു അറിവാണല്ലോ. ഓരോന്ന് നമ്മളിങ്ങനെ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് ഓരോന്ന് അറിയണം. നമ്മൾ പലരും പറഞ്ഞു കേട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്ത് വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും റിസൾട്ട് കിട്ടുന്നില്ല. പല റിസൾട്ട് കിട്ടുന്നുണ്ട് അവരുടെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളായതുകൊണ്ട്. പലതും ഇങ്ങനെ കേട്ട് പലരും പറഞ്ഞ് അങ്ങനെ നമ്മൾ ചെയ്തു പോരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ ചെറുതായിട്ട് മാറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ അതിൽ വരുത്താനും വരന്ത് കാണാനൊക്കെ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. തോൾ പുറത്തു പറഞ്ഞോ നോക്കി. ഞാൻ വാല് പറഞ്ഞപ്പോൾ പുറത്തേടി പോയതാ. സൂപ്പർ പേടയാ. വാ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ടോ നീ ഇങ്ങനെ നടന്നോട്ടാ. നേരത്തെ ഡോറ് തുറന്നപ്പോഴേ ഉള്ളിൽ കയറാൻ പോണടുത്ത് ഡോറ് തുറന്നപ്പോൾ അവള് ചാടിപ്പോയതാ പുറത്തേക്ക്. എന്താടാ വാ പോ അങ്ങോട്ട് പോയിക്കൂടെ നിനക്ക്? നമ്മുടെ കുഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചിരുന്നില്ലേ, ചെറിയ കുഞ്ഞുങ്ങളെ 4 ഇത് 4 വൈറ്റ് ഒരെണ്ണം, ഇതതിലെ ബ്ലാക്ക് ഒരെണ്ണം, ബാക്കിയുള്ള 2 പേര് മറ്റൊരു കൂടെ കിടക്കണം. ഒരു വൈറ്റും ഒരു മിക്സഡായിട്ടുള്ള 2 പേര്. അത്യാവശ്യം സൈസിലേക്ക് ആയിട്ടാ. മറ്റേ വൈറ്റ് എവിടെ പോയാ? മറ്റേ വൈറ്റ് ഇത്ര ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം ആൾക്കാർ ഇപ്പോൾ ഇവരുടെ കൂടെയൊക്കെ നടന്ന് തിന്നാനും ഒക്കെ പഠിച്ചു തുടങ്ങി. താറാവുകൾ ഇത്തിരി എക്സ്ട്രാ സ്മാർട്ടാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ പോയി ഇന്ന് തിന്നുന്നുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ ഉണ്ടല്ലോ അവരും. കോഴികളായാലും അവരധികം ശല്യം ചെയ്യുന്നില്ല. ഒരു സെപ്പറേറ്റ് ഒരു പുതിയ കോഴി വരണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കുത്തി ഓടിച്ചേർന്നെ. പക്ഷേ ഈ താറാവിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് അങ്ങനെ കോഴികളൊന്നും അധികം ചെയ്യുന്നില്ല. പിന്നെ വാത്തകളുടെ സംരക്ഷണയിലാണ് കുഞ്ഞുങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മൊയിലുകൾ മാത്രമേ പ്രശ്നമുള്ളത്. മൊയിലുകൾക്ക് ഈ ഫംഗസ് മാറിയും വന്നുകൊണ്ടിരിക്കുക. അതായത് ഈ മൊയിലുകളുടെ ചെവിടിൻ്റെ അവിടേക്ക് ചെറുതായിട്ട് ഈ ഇങ്ങനെ ഫംഗസ് വരുമ്പോൾ കോഴികൾ അത് പോയി കൊത്താൻ തുടങ്ങും. അതാണ് ഏറ്റവും വലിയ ഇവിടുത്തെ ഒരു പ്രശ്നം. അത് മാത്രമേ കുഴപ്പമുള്ളൂ. അവറ്റകളെ ഇങ്ങനെ ചികിത്സിച്ച് മാറ്റി മറിച്ചൊക്കെ കൊണ്ടു നടക്കണം. ബാക്കി എല്ലാവരും ഓക്കെയാണ്. അപ്പോൾ അവിടെ അടുത്ത സെക്ഷനിൽ പച്ചക്കറി തിന്നാൻ പോയി തുടങ്ങിയിട്ടുണ്ട്. പച്ചക്കറിയല്ല, രണ്ടാമതായിട്ട് ഹോട്ടൽ വേസ്റ്റ് തിന്നാനാണ് പോയേക്കണേ. അത് കഴിഞ്ഞിട്ട് പച്ചക്കറിയിലേക്ക് വരുള്ളൂ. ഇപ്പോൾ പച്ചക്കറിയിൽ മൊയിലുകളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ പറയാനുള്ളത്. നമ്മളിപ്പോൾ വീഡിയോ യൂട്യൂബിൽ ഫുൾ വീഡിയോ നിങ്ങൾ കയറിയാൽ യൂട്യൂബ് ചാനൽ കയറിയാൽ ഒരു റിയൽ ലൈഫിൽ ഫുൾ വീഡിയോ കാണാൻ പറ്റും കേട്ടോ. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മളതിൻ്റെ റീലായിട്ടാണ് പോസ്റ്റ് ചെയ്യണം. ആരും കാണുന്നില്ല ഫുള്ളായിട്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കാണുന്നവർക്ക് വേണ്ടി യൂട്യൂബിൽ ഫുൾ വീഡിയോ ഇടുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ റീൽ ഇടുന്നുണ്ട്. ആ റീൽ തന്നെയാണ് ഫേസ്ബുക്കിലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഫുൾ വീഡിയോ കാണാറെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ യൂട്യൂബിൽ വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം.
ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി എനിക്ക് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യട്ടെ. ഇരുട്ടായി കൊണ്ടിരിക്കുകയാണ്. ബിങ്കോ ഇവിടെ വന്നു, ഉലാത്തൽ തുടങ്ങി വീണ്ടും. അപ്പോൾ ഓക്കെ, ബൈ.